കണക്കുകൂട്ടലുകളുടെ സമയമാണ്. എന്തായാലും പാലായിലെ NDA സ്ഥാനാർത്ഥി ഷോൺ ജോർജ് ചേരുന്നുണ്ട്. എന്താണ് അവസാനത്തെ ഒരു വിലയിരുത്തൽ ഇന്നലെ രാത്രി കൊണ്ട്? ഇന്ന് വൈകുന്നേരത്തെ ബൂത്തിൻ്റെ കണക്കെടുത്തു. പഞ്ചായത്ത് തലത്തിലുള്ള കണക്ക് നമ്മൾ എടുത്തു. 55,000 വോട്ടിൽ താഴില്ല എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഒരു വിശ്വാസം. പിന്നെ ഇവർക്ക് രണ്ടുപേർക്കും എങ്ങനെ വോട്ട് കിട്ടും എന്നതിനെ സംബന്ധിച്ചും നമ്മൾ ഇന്ന് വൈകുന്നേരത്തോടെ ബൂത്ത് വൈസ് നമ്മുടെ എല്ലാ ബൂത്തിലും LDF, UDF, NDA എന്നുള്ള കണക്ക് നമുക്ക് ഇന്ന് വൈകുന്നേരം 9 മണിയോട് കിട്ടും. ഈ രണ്ട് കൂട്ടരും പറയുന്നത് ഷോൺ ജോർജ് പിടിക്കുന്ന വോട്ടുകൾ അവരുടെ വിജയത്തിന് ഗുണം ചെയ്യുമെന്നാണ്. അത് മെയ് 4-ാം തീയതി മനസ്സിലാവും. ഷോൺ ജോർജ് പിടിക്കുന്ന വോട്ടുകൾ ഇവർ രണ്ടുപേരും വീട്ടിലിരുത്താനുള്ളതാണെന്നുള്ളത് അവർക്ക് മനസ്സിലാവും. കുറച്ച് കഴിയും. അങ്ങ് അംഗീകരിക്കും. BJP ജയിക്കും പാലായിൽ നിന്നൊക്കെ അങ്ങ് അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ട്. അത് അവരെ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല. അവർ UDFൻ്റെ മൈൻഡുള്ള അല്ലെങ്കിൽ LDFൻ്റെ മൈൻഡുള്ള കഴിഞ്ഞ കാലങ്ങളിൽ ഒരു പണിയും ചെയ്യാതെ സുഖിച്ച് അപ്പൻ്റെ കെയറോഫിലും അപ്പൻ്റെ കെയറോഫിലും ഒക്കെ ജയിച്ച് പൊയ്ക്കൊണ്ടിരുന്ന ആളുകൾക്ക് ഇവിടെ ഒരു രാഷ്ട്രീയ മത്സരം നടന്നതായിട്ട് അവർക്ക് മനസ്സിലായിട്ടില്ല. ഇവിടെ ക്ലീൻ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റാണ് നടന്നത്. ആ പൊളിറ്റിക്കൽ ഫൈറ്റിൽ NDAക്ക് കിട്ടിയ ഒരു ജനപിന്തുണയും അവർക്ക് മനസ്സിലായിട്ടില്ല. ഈ സഭകളുടെയൊക്കെ പിന്തുണ ഇത്തവണ LDFനൊപ്പം ഉണ്ടായിരുന്നു എന്ന് ജോസ് കെ മാണി പറയുന്നുണ്ട്. കാപ്പൻ പറയുന്നു ഇത്തവണയും പല രൂപതയൊക്കെ കാപ്പനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഈ സഭകളുടെ പിന്തുണ, പ്രത്യേകിച്ചും കേരളത്തിൽ? ഇവർ രണ്ടുപേരും പാലാ രൂപത, ഞാൻ ആഫ്രിക്കൻ രൂപതയല്ലല്ലോ. ഞാൻ ഈ പാലാ രൂപതയിൽപ്പെട്ട സത്യക്രിസ്ത്യാനിയല്ലേ. സഭയോടൊപ്പം സഭയുടെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഒപ്പം നിന്നിട്ടുള്ള ഒരു ക്രിസ്ത്യാനിയാണ്. എന്നെക്കുറിച്ച് ബോധ്യമുള്ളൊരു സമൂഹം കൂടെ ഉണ്ട്. അതേ കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. എല്ലാ വോട്ടുകളും ഞാൻ ഇവിടെ ഇവർ തുടക്കം മുതലേ ഇവിടെ ക്രൈസ്തവ വോട്ടുകൾ ഏകീകരിക്കാൻ വേണ്ടിയാണ് ഈ പ്രചരണം പറയുന്നത്. എന്തിനാ കുരിശുപള്ളിക്ക് മണ്ടയിൽ കയറി നമ്മൾ കൊടി കെട്ടിയെന്ന് പറയുമ്പോൾ പറഞ്ഞു. എന്ത് വൃത്തിയില്ല. അതിനൊക്കെ ഞാൻ കേസ് ഫയൽ ചെയ്യാണ്, ക്രിമിനൽ കേസ് ഫയൽ ചെയ്യാൻ പോവാണ്. പക്ഷേ അതിനൊന്നും ഇവിടെ ഒരു പാല വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. കാര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ല ബോധ്യമുള്ളൊരു സമൂഹമാണ് പാലയിലുള്ളത്. അതുകൊണ്ട് ഇവർ നടത്തി ഇത്തരം പ്രചരണങ്ങളൊന്നും ഇവിടെ ഏക്കില്ല. എത്ര കൂട്ടരുടെ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നു? പക്ഷേ അത് ഇവർ പിടിക്കുന്നില്ല. ഇപ്പം മാനസികാപ്പൻ തീരെ താഴെ പോയാൽ, ഇപ്പോൾ ജോസ് കെ മാണി തീരെ താഴെ പോയാൽ എന്താവും അതിൻ്റെ അവസ്ഥയെന്ന് എനിക്കറിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ പിടിക്കുന്ന വോട്ടുകളെ ആശ്രയിച്ചിരിക്കും എൻ്റെ ഭൂരിപക്ഷം. FCRA പോലുള്ള വിഷയങ്ങൾ BJPയുടെ സ്ഥാനാർത്ഥികളെ ഏതെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടുണ്ട്? അത് NDA ഏതെങ്കിലും തരത്തിൽ അതൊരു വലിയ ചർച്ചയായിരുന്നല്ലോ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്? നമ്മുടെ മുമ്പിൽ ഒരു കൺസേൺ സഭ അറിയിച്ചു. ആ കൺസേണിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ചർച്ചകൾക്ക് വേണ്ടി തന്നെയാണ് അത് മാറ്റിവെച്ചിട്ടുള്ളത്. അവരുമായിട്ട് ചർച്ച നടത്തും. അത് പരിഹരിച്ചിട്ടുണ്ട്. പക്ഷേ അത് പരിഹരിക്കരുതെന്ന് നിർബന്ധമുള്ള ചില ആളുകളുണ്ടായിരുന്നു. അത് അതുമായിട്ട് നടന്നുള്ളൂ. പിന്നെ സാധാരണക്കാരനെ ബാധിക്കുന്ന വിഷയമൊന്നും അല്ലല്ലോ FC. ഇവിടെ പാലായിലെ ഇവിടെ പാലായിലുള്ള ഏത് വോട്ടറെയാണ് FCRA ബാധിക്കുന്നത്? അതല്ല, സഭയെ സംബന്ധിച്ചുള്ള വിഷയമാണ്. സഭയെ മാത്രമല്ല, FCRA എന്ന് പറയുന്നത് ഇത് പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്തോ മതനിയമമാണെന്നാണ്. FCRA എന്ന് പറഞ്ഞാൽ സഭയ്ക്ക് വേണ്ടി മാത്രമല്ല, ഇന്ത്യയിലുള്ള മുഴുവൻ NGOസിനും വിദേശ ഫണ്ട് കൈപ്പറ്റുന്നുള്ള റെഗുലേഷനാണത്. അതിന് കൃത്യമായിട്ട് സർക്കാരിന് ദേശ സുരക്ഷയെ ബാധിക്കുന്നതായ മാനദണ്ഡങ്ങൾ അതിനകത്ത് ഏർപ്പെടുത്തിയേ പറ്റൂ. അത് തീർച്ചയായിട്ടും അത് ചെയ്യും. പക്ഷേ സഭയുടെ കൺസേൺസ് എന്താണ് പരിഹരിക്കും. ദീപിക പത്രമൊക്കെ പലപ്പോഴും BJPക്കെതിരെ അല്ല, ദീപിക പത്രത്തെ സംബന്ധിച്ചിടത്തോളം ദീപിക പത്രം സഭയുടെ മുഖപത്രം എന്നാര് പറഞ്ഞു? ദീപിക പത്രത്തിൽ ആരെ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്? അത് ഇനി ഞാൻ പിതാക്കന്മാരുടെ അടുത്ത് എല്ലാവരും കാണാൻ പോവുകയാണ്. ഇതേ നിലപാട് സഭയുടെ മുഖപത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതേ ദീപിക എന്ത് നിലപാട് തുറന്നാലും സഭയുടെ മുഖപത്രം എന്ന് പറഞ്ഞുകൊണ്ട് അതിലെ ഇൻവെസ്റ്റേഴ്സിനെ ശരിക്കും ചില വ്യക്തികൾ വഴി പിണറായി വിജയനും പോലും അതിനകത്ത് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. മനസ്സിലായില്ലേ? ചില വ്യക്തികൾ വഴി. അപ്പം അത്തരം ആളുകളെ അത് എത്ര രൂപയാണ് ഇവർ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ പാലക്കാരുണ്ട് ഇവിടെ ഇഷ്ടം പോലെ, എത്ര രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു വിട്ടേക്കാം. പറഞ്ഞാൽ സഭ BJPക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കേണ്ട. സഭയുടെ മുഖപത്രമായിട്ട് നിന്ന് അത് ഏത് BJPക്ക് കുറ്റമുണ്ടോ കുറ്റം പറയട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഇവിടെ അതിനകത്ത് ചില ഇൻവെസ്റ്റേഴ്സിന് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി 3-4 കോടി രൂപ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മേടിച്ചിട്ട് അവരുടെ ഡയറക്ടർ ബോർഡിലിരുന്ന് അവർ സഭയുടെ പോളിസി ദീപിക എന്ത് പറയുമ്പോൾ നിങ്ങൾ എന്നാ പറയുന്നത്? സഭാമുഖപത്രം അല്ലേ? അവരുടെ രാഷ്ട്രീയം ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി സഭാമുഖപത്രം എന്നുള്ള പേര് ദീപികയ്ക്ക് ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്നുള്ളതിന്റെ തെളിവുകളോ? 100%. ഞാൻ അതിനകത്ത് ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെ പേരൊന്ന് പുറത്തുവിടാവും, ഇൻവെസ്റ്റേഴ്സിൻ്റെ പേരൊന്ന് പുറത്തുവിടാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ആ പേര് പറഞ്ഞാൽ നിങ്ങൾ പോലും കൊടുക്കില്ല. നിങ്ങൾക്ക് പരസ്യം തരുന്ന കമ്പനിയാണ് പ്രധാനപ്പെട്ട അതിനകത്തുള്ളത്. നിങ്ങളുടെ ചാനലിൽ പോലും പരസ്യം തമ്മിൽ ഒരു വലിയ കമ്പനിയുണ്ട്. പൈസ കൊടുക്കുന്നു. സഭയുടെ കണ്ണായ സ്ഥലങ്ങൾ, ദീപികയുടെ കൊല്ലത്തുള്ള സഭയുടെ കണ്ണായ സ്ഥലം നിസ്സാര വിലയ്ക്ക് ഈ കമ്പനി എഴുതിയെടുത്തുകൊണ്ട് പോയി. ദീപിക കടത്തിലാണെന്ന് പറഞ്ഞ്. ഇനി വേറൊരു കാര്യം പറയാം. ഈ കഴിഞ്ഞ 6 മാസക്കാലത്തിനിടയിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകളുടെ കയ്യിൽ നിന്നും ദീപിക കൈപ്പറ്റിയ പരസ്യങ്ങൾ നോക്കിയാൽ മതി എങ്ങനെയാണ് ഇതിൻ്റെ രാഷ്ട്രീയം മാറിപ്പോയെന്ന്. മനസ്സിലായില്ലേ? കർണാടക ഗവൺമെൻറ്, അതുപോലെ തെലങ്കാന ഗവൺമെൻറ്, ഹിമാചൽ ഗവൺമെൻറ്റിൻ്റെയൊക്കെ പരസ്യങ്ങൾ ആര് വഴി വന്നു, അവർക്ക് വേണ്ടി എന്ത് പണിയാണ് ഇവർ ചെയ്തേക്കുന്നത്, ഇതൊക്കെ അന്വേഷിക്കണം. ഞാൻ ഇതെല്ലാം പിതാക്കന്മാരെ ബോധ്യപ്പെടുത്താൻ തന്നെ തീരുമാനം. ദീപികയ്ക്കെതിരെയുള്ള പരാതി കൃത്യമായി സഭാപിതാക്കന്മാരെ ഔദ്യോഗികമായി രേഖപ്പെടുത്തും. ഒരു നിമിഷം. സ്വാധീനമുള്ളതുകൊണ്ടാണ് ഈ ഇടയ്ക്കിടയ്ക്ക് ഇന്നലെ കാണിച്ചു വെച്ചെന്താ ഞാൻ പറയട്ടെ. ഈ FCRA വിഷയം ശരിക്കും പറഞ്ഞാൽ
നാഷണൽ സെക്യൂരിറ്റിയെ ബാധിക്കുന്ന ഗുരുതരമായ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് FCRA നിയമം കൊണ്ടുവന്നത്. അത് മാറ്റിവെപ്പിച്ചു ഞങ്ങൾ പറഞ്ഞിട്ടാണ്. സഭാപിതാക്കന്മാർക്കും സഭയ്ക്കും കൺസേൺ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞ് നമ്മുടെ റിക്വസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. നാളെ ആ പത്രം എടുത്ത്, അംശാജി ആ പത്രം കണ്ടോന്ന് എനിക്കറിയില്ല, ആ പത്രം എടുത്ത് വെച്ചിട്ട് ഞങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ പറഞ്ഞിട്ടല്ലേ, എന്നിട്ട് എന്തായി നിങ്ങളുടെ മുഖപത്രം ചെയ്തതെന്ന് വെച്ചാൽ എന്ത് മറുപടി നമ്മൾ പറയേണ്ടത്? ഇവരാരെങ്കിലും പരിഹരിക്കുമോ വിഷയങ്ങൾ? അത് പരിഹരിക്കാൻ മുന്നിട്ട് നിൽക്കുന്ന നമ്മൾ പോലും അവിടെ ഇല്ലാതാകല്ലേ? അപ്പോൾ ഇതൊക്കെ പിതാക്കന്മാരെ ബോധ്യപ്പെടുത്തി ഒന്നെങ്കിൽ ദീപിക സഭാമുഖപത്രം എന്നുള്ള സാധനം എടുത്തുക, എന്നിട്ട് പ്രൈവറ്റ് വ്യക്തികൾ അവരെ നിയന്ത്രിച്ചോട്ടെ, കുഴപ്പമില്ല. ഇത് രണ്ടും കൂടെ കൊണ്ടുവന്നിട്ട് ചില വ്യക്തികളുടെയും ചില മുന്നികളുടെയും രാഷ്ട്രീയം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി സഭാമുഖപത്രം എന്ന പേര് ഉപയോഗിക്കാൻ പാടില്ല. മറ്റൊരു കാര്യം കൂടി ചോദിക്കേണ്ടതുണ്ട്. പൂഞ്ഞാറിൽ എങ്ങനെയാണ് ഇത്തവണ? പൂഞ്ഞാർ നല്ല വിജയം. ഞാൻ ഇന്നലെ രാത്രിയാണ് പപ്പായിട്ട് സംസാരിച്ചത്. ഞാൻ പാലയിലാണല്ലോ, ഞാൻ ഇതുവരെ പപ്പായെ കണ്ടല്ലോ, ഉച്ച കഴിഞ്ഞാൽ കാണുള്ളൂ. അവിടുന്ന് ഇവിടുത്തെ ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ ഭയങ്കര അനുകൂലം. ഞാൻ അധികം പേരെ ബന്ധപ്പെടാൻ പറ്റില്ല. ഇന്നലെ കൺവീനർ മാത്രമായിട്ട് വൈകുന്നേരം ബന്ധപ്പെട്ടുള്ളൂ. ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ ഭയങ്കര അനുകൂലമാണ്. പൂഞ്ഞാറും പാലായും BJPക്കൊപ്പം NDAക്കൊപ്പം നിൽക്കുമെന്നുള്ള ആത്മവിശ്വാസമാണ് പ്രകടിപ്പിച്ചത്. ഒപ്പം തന്നെ ദീപിക പത്രത്തിനെതിരെയുള്ള വിമർശനം കൂടി ഷോൺ ജോർജ് മുന്നോട്ട് വെക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.